السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه وأهل بيته وعترته وعياله وذرياته وكل صحابة أجمعين. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരെയും ഈ മഹനീയ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാക്കുകളിൽ വളരെ എളുപ്പമുള്ളതും എന്നാൽ അള്ളാഹുവിൻ്റെ വിലാസാകുന്ന മീസാനിൽ വളരെ ഭാരമുള്ളതും നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും മുതൽ കൂട്ടാകുന്ന തസ്ബീഹിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ തുലാസിൽ ഏറ്റവും ഭാരമുള്ള, നമ്മുടെ നാക്കുകളിൽ വളരെ എളുപ്പവുമുള്ള വിശുദ്ധമായ തസ്ബീഹ് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഒരൽപ്പം സ്വലാത്ത് ചെല്ലാം. اللهم صل على سيدنا محمد يا ربي صل عليه وسلم. اللهم صل على سيدنا محمد يا ربي صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. അല്ലാഹു തആല നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞുപോയ മഹത്തുക്കളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരാണ്. ആരെല്ലാം ഉന്നതമായ സോപാനത്തിൽ എത്തിയിട്ടുണ്ടോ, ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ, അല്ലാഹു തആലയുടെ വക്കൽ റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു അവരെ തൊട്ടും അല്ലാഹുവിനെ തൊട്ട് അവരും തൃപ്തരാണ് എന്ന് പറഞ്ഞ എത്ര എത്ര മഹത്തുക്കളുണ്ടോ, എല്ലാ മഹാന്മാരും അവരുടെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചത് അമ്പിയാക്കളിൽ പ്രമുഖനായ താജുൽ അംബിയാ ഖാത്തിമുൽ അംബിയാ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കാരണമാണ് ആ നബിയെ മഹബ്ബത്ത് വെക്കാതെ ഒരാൾക്കും ആഖിറത്തിൽ വെച്ച് കഴിച്ചിലാവാൻ കഴിയുന്നതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കലാണ്, അവിടുത്തെ ഹുബ്ബ് വെക്കലാണ് നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ശഫാഅത്ത് ലഭിക്കാൻ, ആ ശഫാഅത്തിലൂടെ സ്വർഗം ലഭിക്കാൻ കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ സമയത്തിന്റെ
എല്ലാ ഒഴിവ് സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും നമ്മള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി നീക്കി വെക്കണേ. നാളെ ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടായി നമ്മുടെ സ്വലാത്ത് ആഖിറത്തിലേക്ക് വരുന്നതാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. രാജ സയ്യിദായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, രാജാതിരാജനായ അല്ലാഹ്, ഖുവ്വത്തുൽ മതീനായ അല്ലാഹ്, ഞങ്ങളെ പരിശുദ്ധമായ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ വിശുദ്ധമായ തസ്ബീഹ്, ഹബീബായ നബി തങ്ങളെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മാധ്യമമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യമാര്, മക്കള്, ഞങ്ങളെ ഹബ്ബ് വെച്ച് ഞങ്ങളെ മഹബൂബിങ്ങള്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ എല്ലാവരുടെ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉറ്റവര്, ഉടയവര്, ഉസ്താദുമാര്, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഹബീബായ നബി തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ സലാമത്താക്കണേ അല്ലാഹ്. രോഗികളായ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ധാരാളം മുഅ്മിനുകളുണ്ട്. അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. കടമുള്ളവരെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ അല്ലാഹ്. ആകസ്മികമായ മരണങ്ങൾ, ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, വേവലാതികൾ, ബേജാറുകൾ, എല്ലാവിധ ബലാകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും ഞങ്ങൾക്ക് കണ്ണ് കുളിർമയുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖബറിനെ സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട നിന്റെ അടിമകൾ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. മരിക്കുന്നതിന്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.